സ്വന്തം പെങ്ങളെപ്പോലും വഞ്ചിച്ചവനാ വാമദേവൻ. അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എന്റെ അച്ഛനെ കൊന്നവനാ പ്രതാപൻ. അല്പം മനുഷ്യത്വമുള്ളവരാണെങ്കിലേ ഒരു കാരണവശാലും ഇനി ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഈ വീട്ടിലുള്ളവരെ മാത്രം എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യയും പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് നല്ല സുഹൃത്തുക്കൾ മാത്രമാ എന്റെ സമ്പാദ്യം. രണ്ടാനമ്മയെ അനിയനെയൊന്നും ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഏക ആശ്വാസം മഞ്ജുവാ. അവൾ ആരിലാണ് നന്മയെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. മോനെ, ഇനി ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് മോനെ. അതെ, സമ്പത്ത് മോഹിച്ചിട്ടൊന്നുമല്ല. അത്രയ്ക്ക് ഞാൻ തകർന്നു പോയടാ കോടതിയില്. ഞാനും ഉണ്ണിയൊക്കെ പ്രതാപനും വാമദേവനും അറസ്റ്റിലാവുമ്പോ ഞെട്ടുവെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല മോനെ, ആ കാരണം ഇതായിരിക്കുമെന്ന്. എന്റെ അച്ഛനെ രണ്ടും കൂടി കൊന്നെങ്കിലും ദൈവം കൊലയാളികളെ വെറുതെ വിട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ കൈപിടിച്ച് നടത്താൻ അന്ന് ആ ആക്സിഡന്റിന്റെ സാക്ഷിയായിരുന്ന മഹിയെ മാറ്റിവെച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് പ്രായവും പക്വത എത്തിയപ്പോ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ ശക്തി. മോനെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. മോന്റെ അച്ഛന്റെ ആലോചന വന്നപ്പോഴേ രണ്ടാം വിവാഹം ആയതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പോഴൊക്കെ എന്റെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയൊക്കെ സ്വാധീനിച്ച് എന്നോട് മോന്റെ അച്ഛന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞ് എന്നെ കല്യാണത്തിന് പ്രേരിപ്പിച്ചതൊക്കെ എന്റെ ആങ്ങളെയാ. കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം എനിക്ക് മനസ്സിലായി, വിശ്വേട്ടനെ പോലെ നല്ലൊരാളെ ഭർത്താവായിട്ട് കിട്ടാൻ പ്രയാസമാണെന്ന്. മോൻ ഉൾപ്പെടെ 3 മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്താ വിശ്വേട്ടൻ എന്നെ വിട്ടു പോയത്. എനിക്ക് വിശ്വേട്ടനെ തന്നിട്ട് വാമദേവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോനെ. ഇപ്പൊ മനസ്സിലായല്ലോ ആങ്ങൾ ആരാണെന്ന്. നീ എന്ത് പറയുന്നടാ? കൊലയാളിയുടെ മോളെ ഇനി നിനക്ക് വേണോ? അവളെല്ലാവരുടെയും കാല് പിടിച്ചോണ്ടിരിക്കുക ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടി. മോനെ, അവളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. ഞാൻ ആട്ടിയാ വിട്ടത്. അവളുടെ വയറ്റില് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അതിന് എടാ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊണ്ട് അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവളുടെ മുത്തശ്ശി അവളെ നോക്കട്ടെ. നിന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ ഇനി നമുക്ക് വേണ്ട. പ്രതാപന്റെ സ്വത്തിലാണ് നീ കണ്ണു വച്ചേക്കുന്നെങ്കിൽ അയാളുടെ എല്ലാ സമ്പാദ്യം തീരാൻ പോവുക. അതുപോലൊരു കേസായത്. കോടതി കാര്യങ്ങൾക്ക് വേണ്ടി അയാൾക്ക് ഒരുപാട് പൈസ ചെലവാവും. അതുപോലെ തന്നെ ചിന്തിക്കാൻ കഴിയാത്തൊരു നഷ്ടപരിഹാരം അയാൾ നമുക്ക് തരേണ്ടി വരും. എന്ന് വെച്ചാ പ്രതാപൻ ഇനി പാപ്പരാണ്. നമ്മുടെ അച്ഛന്റെ കൊലയാളിയുടെ മകളെ നീ ചിലപ്പോ സ്വീകരിച്ചെന്ന് വരും. എന്നാ പാപ്പരായ ഒരു അമ്മായിച്ചന്റെ മകളെ നീ മടക്കി വിളിക്കില്ല. എങ്കിലും ഞാൻ പറയാ, എപ്പോഴെങ്കിലും നീ മനസ്സ് മാറി അവളെ കൂട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ ഇതുകൂടി നീ ഓർത്തു വെച്ചേക്കണം. ഇനി അവൾ ഒരു തെറ്റ് ചെയ്താൽ അവള് മാത്രമായിരിക്കില്ല, നീയും പുറത്തു പോയിരിക്കും.